രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കിപ്പം ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബിജെപി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇനി തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗമെങ്കിലും ഇപ്പോഴും രാഹുലിനെ അനുകൂലിച്ചും ഇപ്പോഴും രാഹുലിന് വേണ്ടി വലിയ രീതിയിലൊരു താങ്ങൽ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, രാഹുലും കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിഞ്ഞല്ലോ. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണല്ലോ പറഞ്ഞത്. ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുലിനെ കൃത്യമായിട്ട് കോടതിയുടെ മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നു. ഇരയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച്, നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഈ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള ഒരവസരവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. കോടതിയിൽ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ ഉണ്ടാവണം. ഇത്രയും കൊടും ക്രൂരത ചെയ്ത, കുറ്റകൃത്യം ചെയ്ത ഒരു ജനപ്രതിനിധി ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ജാമ്യം ലഭിച്ച് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത് സർക്കാർ. രാഹുൽ ഇപ്പോഴും പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ചില രഹസ്യ കേന്ദ്രങ്ങളിൽ തന്നെയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയെ അത് ബാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് തന്നെ തുടരാനുള്ളൊരു നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് അഭിഭാഷകരിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇതിൽ പോലീസിനെയാണ് കുറ്റപ്പെടുത്താനുള്ളത്. ഇത്രയേറെ പ്രമുഖനായിട്ടുള്ള ഒരാൾ, ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പാലക്കാട് തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ, പാലക്കാട് തന്നെ ഒളിവിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനല്ലേ? പോലീസ് എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? പോലീസിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു ഒത്തുകളി ഈ കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പ്രതിഷേധം എങ്ങനെയായിരിക്കും ഇനി BJP നടത്തുക? അല്ല, BJPയെ സംബന്ധിച്ചോളം ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് രാഹുൽ കുറ്റക്കാരനാണെന്നുള്ളത്. രാഹുൽ എന്തെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഓരോ ദിവസവും സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട്. വി.ഡി. സതീശൻ തന്നെ പറയുന്നത് കോൺഗ്രസ് ഒരു തവണ രാഹുലിനെതിരെ നടപടിയെടുത്തു, വീണ്ടും ഒരേ വിഷയത്തിൽ എങ്ങനെ നടപടിയെടുക്കുന്നത്? അല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ആളെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് അയാൾ വീണ്ടും അകത്തായി കഴിഞ്ഞു. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും MLA സ്ഥാനം രാജിവെപ്പിക്കാനും KPCC നേതൃത്വം തയ്യാറാവണം. പുറത്താക്കിയ ആളെ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികൾ പങ്കെടുപ്പിച്ചു? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണം നടത്തി, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നു. ഈ വ്യക്തിയാണോ കോൺഗ്രസ് പുറത്താക്കിയിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ പുറത്താക്കലിൻ്റെ രീതി ഇതാണോ? BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസ് എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തി ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല. കടുത്ത നടപടികൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാവണമെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.